വിഷു ഇങ്ങ് അടുത്തെത്തിയില്ലേ? എല്ലാവരും വിഷു ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. കൊന്നപ്പൂക്കളെല്ലാം പറമ്പിലും മുറ്റത്തുമൊക്കെ വെളുത്ത് വിരിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നു. ഇത് കുറേ മുമ്പേ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. വിഷു ആകുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം. എപ്പോഴും കിട്ടാറുണ്ട്. വിഷു പൂക്കൾ കിട്ടാത്തവർക്ക് ഇപ്പോൾ ചൈനീസ് കണിക്കൊന്ന പോലും കിട്ടാറുണ്ട്. എന്തായാലും ഈ വിഷു ദിനത്തിൽ ഒരു കഥ പറയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കേട്ട കഥ തന്നെയായിരിക്കും. ഞാനിത് വായിച്ചതാണ്, കേട്ടതാണ്. പറയട്ടെ. എന്നാൽ പണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതേനെ കാട്ടിൽ തിരഞ്ഞു നടക്കുമ്പോൾ സുഗ്രീവനെ കൂട്ടുപിടിച്ചിട്ട് ബാലിനെ കൊല്ലാൻ വേണ്ടി ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഒളിയം പെയ്തു എന്ന് ഐതിഹ്യം. അങ്ങനെയാണ് ബാലിനെ കൊല്ലുന്നത്. അങ്ങനെ കൊന്നതിന് ശേഷം ആ മരത്തിനെ എല്ലാവരും കൊന്നമരം എന്ന് വിളിക്കാൻ തുടങ്ങി. അത് കേൾക്കുമ്പോൾ തന്നെ ആ മരത്തിന് അതിയായ സങ്കടം. ആ മരം പറഞ്ഞു, എന്നെ എന്തിനാണ് ഇങ്ങനെ കൊന്നമരം എന്ന് വിളിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ, അങ്ങല്ലേ എന്നെ മുൻനിർത്തിയിട്ട് ഒളിയം പെയ്തത്, പിന്നെ എനിക്കെന്താ ആ പേര് വന്നതെന്ന്. ഭഗവാൻ പറഞ്ഞു പോലും, നീ കഴിഞ്ഞ ജന്മത്തിൽ ആരെയോ ഒരു സാധുവിനെ നീ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നീ മാപ്പ് പറഞ്ഞെങ്കിലും അതിൻ്റെ ഫലം നീ ഇപ്പം അനുഭവിക്കുന്നതാണ്. ഈ പേര് നിനക്ക് എന്നും നിലനിൽക്കും, പക്ഷേ അതിൻ്റെ രീതിയിൽ മാറ്റം വരും, നല്ലതേ വരുമെന്ന്. എപ്പോഴും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാനും പറഞ്ഞു. അങ്ങനെ ക്ഷമയോടുകൂടി ആ മരം പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ ഭഗവാന് ഒരു കളിക്കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കളിക്കൂട്ടുകാരൻ വലിയ ചങ്ങാതിമാരായിരുന്നു. ആ കളിക്കൂട്ടുകാരൻ എവിടെ വിളിച്ചാലും ഈ കണ്ണൻ ഓടിയെത്തും. അവൻ വീട്ടിൽ പോയി പറയും, കണ്ണനാണ് എൻ്റെ കൂടെ കളിച്ചത്, കണ്ണനാണ് എൻ്റെ കൂടെ വന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാറില്ല. അങ്ങനെ ഒരു ദിവസം കണ്ണന് ശ്രീകോവിലിൽ ഒരു ഭക്തൻ ഒരു സ്വർണ്ണമാല, വലിയൊരു സ്വർണ്ണമാല കാണിക്കയായി വെച്ചു. അങ്ങനെ ആ സ്വർണ്ണമാല ഇട്ടുകൊണ്ട് ഈ ബാലൻ വിളിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ശ്രീകോവിലിൽ ഇറങ്ങി വന്നെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ബാലൻ ആ മാല കണ്ടപ്പോൾ ബാലനൊരു ആഗ്രഹം, തൻ്റെ സുഹൃത്തിൻ്റെ ഈ മാലയൊന്ന് തനിക്കിട്ടണം. ആ ആഗ്രഹം മനസ്സിലാക്കിയ ഉടനെ തന്നെ ശ്രീകൃഷ്ണൻ്റെ മാല ഊരി തൻ്റെ കൂട്ടുകാരന് കഴുത്തിലണിയിച്ചു. അങ്ങനെ വൈകുന്നേരം ശ്രീകോവിൽ നട തുറന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഴുത്തിൽ ചാർത്തിയ മാല കാണാനില്ല. എല്ലാവരും അതിശയപ്പെട്ടു, ഇതെന്താ മാല രാവിലെ ഉണ്ടായിരുന്നത്, ഇപ്പം എന്താ കാണാത്ത? അങ്ങനെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞു ബാലൻ ഈ മാലയും ധരിച്ചുകൊണ്ട് നടക്കുന്നത് കാണാനായി. എല്ലാവരും ഈ കുട്ടിയാണ് അത് കട്ടതെന്ന് വരുത്തി. എന്നിട്ട് അവനെ ശിക്ഷിക്കാനായി അവരുടെ മാതാപിതാക്കൾ പോലും സംശയിച്ചു ഒരു നിമിഷം, അവൻ എടുത്തതായിരിക്കുന്നു. അങ്ങനെ ആ കുട്ടീനെ ശിക്ഷിക്കാനായി ഒരുങ്ങിയെന്ന്. അപ്പോഴാണ് കുട്ടി പറയുന്നത്, കണ്ണാ, നീയല്ലേ എനിക്ക് തന്നത്, നീ എന്താണ് എന്നെ രക്ഷിക്കാത്തത്, നീ വന്ന് പറയൂ ഞാനാ കൊടുത്തതെന്ന് എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ടൊന്നും സംഭവിക്കാത്തത് ഈ കുട്ടി ഈ മാല കഴുത്തിൽ നിന്ന് വലിച്ചൂരി എനിക്കിത് വേണ്ട പറഞ്ഞിട്ട് ഒരു മരത്തിലേക്ക് എറിഞ്ഞു. അടുത്തുള്ള മരത്തിൽ പോയി അത് അത് മരത്തിൽ തങ്ങി നിന്ന ഉടനെ തന്നെ ആ മരത്തിൻ്റെ ചില്ലകളെല്ലാം ഇങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ വിരിയാൻ തുടങ്ങി. കൊലകൊലയായി ഇല കാണാത്ത വിധത്തിൽ കൊലകൊലയായി പൂക്കൾ, മഞ്ഞ വർണ്ണത്തിൽ പൂക്കൾ. ആളുകളൊക്കെ ഭയങ്കര അതിശയം, എന്തായത് സംഭവിക്കുന്നത്. അങ്ങനെ ശ്രീകോവിൽ നിന്ന് ഒരശരീരി, ഞാൻ ഈ ഭക്തനെയാണ് നിയോഗിച്ചത്, ഇതിനുള്ള ഒരു പരിഹാരം എന്നോണം. എന്നുവെച്ചാൽ ഇത് കൊന്നമരം, ഈ പൂക്കളൊക്കെ കൊന്ന പൂക്കൾ എന്നറിയപ്പെടുന്നു. ഇത് കണി കണ്ടുണരുന്നവർക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാലങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ട്.
എല്ലാ വിഷുക്കണി അങ്ങനെയാണ്, കൊന്നപ്പൂക്കൾ വെച്ച് വിഷുക്കണി ഒരുക്കി ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ ആ മരത്തിൻ്റെ സങ്കടം അങ്ങനെ തീർന്നു എന്ന് സാരം. പിന്നീട് അങ്ങോട്ട് അതിന് കൊന്നമരം എന്ന് വിളിച്ചാൽ പോലും സങ്കടമില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉദാത്തമായ ഭാവം കൈക്കൊണ്ടുകൊണ്ട് സ്വർണ്ണവർണ്ണ പൂക്കളെ ജനങ്ങൾ നോക്കിക്കാണാൻ തുടങ്ങി. അതോടുകൂടി അതിൻ്റെ സങ്കടം മാറിക്കിട്ടി എന്നാണ് ഐതിഹ്യം. എന്നിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ പറയട്ടെ. താങ്ക് യു all.